again, welcome back to another beautiful episode of Amama's Kitchen after a long time. കുറേ കാലം ഞാൻ നമ്മുടെ ചാനലിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറേയധികം ഹെൽത്ത് ഇഷ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നീണ്ടുപോയതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ സ്പെഷ്യലായിരിക്കണ്ടേ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ട പോലെ നല്ല തേങ്ങ വറുത്തരച്ച് ചൊടിയമ്മീൻ ചാറാണ് കേട്ടോ. ഈ ചൊടിയമ്മീൻ നമുക്ക് കിട്ടിയത് നമ്മുടെ കുളത്തു നിന്നാണ്. അപ്പോൾ ഇപ്രാവശ്യം നല്ല വലിയ ചൊടിയമ്മീൻ കിട്ടി. അപ്പോൾ ഈ ചൊടിയമ്മീൻ നമ്മൾ പാലക്കാട് ചൊടിയെന്ന് പറയാം, മറ്റ് സ്ഥലങ്ങളിൽ പ്രാല് വരാല് എന്നൊക്കെ പറയും. അപ്പോൾ ഈ മീൻ നമുക്ക് തേങ്ങ വറുത്തരച്ച് വെക്കാം. ആക്ച്വലി ഞാൻ ഓഫീസിനകത്ത് വരുന്നതിന് മുമ്പ് തന്നെ അമ്മ തേങ്ങ വറുത്തരച്ച് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛൻ ഉത്തരം പറയുന്നതാണ് കേട്ടോ ഇതെന്താണെന്നുള്ളത്. ആള് വലിയ പുലിയെ പോലെ വന്നാണ്, അവസാനം പറയാൻ കിട്ടാണ്ടായപ്പോൾ എലിയെ പോലെ പോയി. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ളത് നല്ല തേങ്ങ, ഉള്ളി, ഇഞ്ചി ഇത്രയിട്ട് നന്നായിട്ട് ആദ്യം മൂപ്പിച്ചെടുക്കണം. നല്ല കറിവേപ്പില ഇടണം കേട്ടോ. നന്നായി മൂപ്പിച്ചെടുത്ത ശേഷം 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 3 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് വറുത്തെടുത്തതാണ്. ഇനി ഇത് കൂടാതെ കുറേ അധികം കറിവേപ്പില, ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 തക്കാളി, പിന്നെ ആവശ്യത്തിന് പുളി ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി തേങ്ങ വറുത്തരച്ച് മീൻചാറ് ഉണ്ടാക്കാം. ചൊടിയ മീൻചാറാണ് കേട്ടോ. നല്ല ഗുണങ്ങളൊക്കെ ഉള്ള മീനാണ്. നമ്മൾ നല്ല മൺചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പം ഗ്യാസൊക്കെ ഓൺ ചെയ്ത് മൺചട്ടിയൊക്കെ വെച്ച് നമ്മൾ ഓൾറെഡി പഴക്കിയെടുത്ത ചട്ടിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒഴിക്കുന്നത് നല്ലെണ്ണയാണ്. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഈ വറുത്തരച്ച മീൻചാറൊക്കെ വെക്കുന്ന സമയത്ത് നല്ലെണ്ണ ഇടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പോൾ നല്ലെണ്ണ ഇട്ടിട്ട് ആവശ്യത്തിന് ഉലുവയും പിന്നെ കറിവേപ്പില നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതുകൊണ്ടാണ് ഇത്ര അധികം ഇടുന്നത് കേട്ടോ. അപ്പം പുറത്തുനിന്ന് വാങ്ങുന്നതാണ്, നമുക്കൊരു സംശയമാണോ നല്ലതാണോ എന്ന് ഡൗട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഇത് ഇത്ര ഇടണ്ട. ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമ്മൾ എടുത്തതാണ്. അപ്പം അതിട്ടിട്ട് കുറച്ചുള്ളി കേട്ടോ, വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഞാൻ ആദ്യം കാണിച്ചതിനകത്ത് വട്ടത്തിലരിഞ്ഞതുകൊണ്ട് നീളത്തിലരിഞ്ഞതുകൊണ്ട്. അപ്പോൾ ആദ്യം വട്ടത്തിലരിഞ്ഞ ഉള്ളി കുറച്ചിട്ട് നന്നായി മൂപ്പിക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊരു ഒരു നെല്ലിക്കല്ല, ഒരു നാരങ്ങ വലുപ്പത്തിലാണ് നമ്മളത് എടുത്തത് കേട്ടോ. അതിട്ടൊന്ന് മൂപ്പിച്ച ശേഷം 1/2 സ്പൂൺ മുളക് പൊടി. അതെന്തിനാന്ന് വെച്ചാൽ എണ്ണ മേലെ തെളിയാൻ നേരത്ത് ഒരു നല്ല ഭംഗി ഉണ്ടാവും, ഒപ്പം നല്ല സ്വാദുണ്ടാവും ഈ മുളക് പൊടി എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ. പിന്നെ പോരാതെ ഈ ഒരു സമയത്ത് തന്നെ നല്ല മണമാണ്. കാരണം ഈ നല്ലെണ്ണയിൽ കറിവേപ്പില കിടന്ന് ഇങ്ങനെ മുരിഞ്ഞ് വരുന്ന സമയത്തുള്ള മണം എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്രയും നല്ല മണമാണ്. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും കൂടെ അതിനകത്തിട്ട് ആവശ്യത്തിന് കല്ലുപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതങ്ങ് എന്താ പറയുക, നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്ന് ജസ്റ്റ് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരപ്പും അതേ അളവിൽ തന്നെ കുറച്ചും കൂടെ വെള്ളവും കൂടെ കലക്കി അതിനകത്ത് ഒഴിച്ചതാണ് കേട്ടോ. സംഭവം ഇത് നല്ല എളുപ്പമുള്ളൊരു പ്രോസസ്സാണ്, എളുപ്പമുള്ളൊരു മീൻചാറാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. ഇതിനകത്ത് ബുദ്ധിമുട്ട് വരുന്നൊരു പോർഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങ വറുക്കുന്ന പോർഷനാണ്. അത് നമ്മൾ വെടുപ്പായിട്ട് വറുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സ്വാദ് കിട്ടില്ല. നല്ല തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ ആവണം കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച പുളിയും അതേ അളവിൽ വീണ്ടും കുറച്ചും കൂടെ പുളി ഒഴിച്ചു. കാരണം നമ്മളൊരു കുറച്ച് നിറയെ എമൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ക്വാണ്ടിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനനുസരിച്ചിട്ട് പുളി ഒഴിച്ചത്. പിന്നെ വെള്ളം ഒഴിച്ചു, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇനി ഇത് നന്നായി തിളച്ചൊന്ന് കുറുകി വരണം. അതിനായിട്ട് നമ്മൾ അടച്ചു വെച്ച് തന്നെ ഇതിനെ തിളപ്പിക്കണം കേട്ടോ. അമ്മ എപ്പോഴും പറയുന്നത് അടച്ചു വെച്ച് തിളപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മണമൊക്കെ പോകുന്നത് വെറുതെയാണ്, ചുമ്മാ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷേ ഈ അടപ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു മണം ഉണ്ടല്ലോ, അയ്യോ, നമ്മൾ ഇരിപ്പിൽ നമ്മൾ ഫുൾ ചോറും ഒരു ചട്ടി ചോറ് നമ്മൾ തിന്നു പോകും. അത്രയും ലെവൽ ഓഫ് മണമാണ് അതിനകത്ത് നിന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ കഴുകി എടുത്തു വെച്ചിട്ടുള്ള മീൻ ഈ ചാറിലോട്ട് ഇടുന്നു. പിന്നെ ഈ ചൊടിയമ്മീൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കഴുകണം, നല്ല വൃത്തിക്ക് കഴുകണം. അതിൻ്റെ മേലെ ഒരു വഴുവഴുപ്പുണ്ടാവും. അപ്പോൾ അതൊന്നും നമ്മൾ ചാറിലേക്ക് ഇടുന്ന സമയത്ത് അതൊന്നും ഇല്ലാണ്ട് നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുന്നു, ഒന്ന് ഇളക്കി കൊടുക്കുന്നു. അടിയിൽ പിടിച്ചിട്ടുണ്ടോ മറ്റെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക. ഇത് നന്നായിട്ട് സ്ലോ കുക്ക് ചെയ്യണം. നല്ല സിമ്മിലിട്ട് തിളച്ച് വരണം.
തിളച്ച് നമ്മൾ ഈ മുളക് പൊടിയൊക്കെ ഇട്ട് വറുത്ത ആ എണ്ണ ഉണ്ടല്ലോ അതങ്ങനെ മേലെ തെളിയണം. ആഹാ, ആനന്ദം, പരമാനന്ദം. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഫുഡ് കിട്ടുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുക, ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, എൻ്റെ ഒരു സ്ട്രെസ് ബേസ്റ്റർ എന്ന് പറയാം. അപ്പോൾ നല്ല മീൻചാറാണ്. നോമ്പ് ടൈമിൽ നമ്മൾ നോമ്പ് സമയത്തൊന്നും നമുക്കങ്ങനെ മീനൊന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ വറുത്തരച്ച് വെക്കുന്ന മീൻചാറ് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം, ഒരു മടുപ്പുണ്ടാവില്ല. ചോറ്, നൂൽപുട്ട് മീൻസ് ഇടിയപ്പം, ആപ്പം, സാധാരണ കുറ്റിപ്പുട്ട്, ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. എന്തിൻ്റെ കൂടെയും ഇതങ്ങ് നന്നായിട്ട് ബ്ലെൻഡാവും. അപ്പം മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, അടിപൊളി സ്വാദാണ്. അപ്പം മേലെ എണ്ണ ഒന്ന് തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് അതിനെ ഒന്നും കൂടെ ഭംഗി വരുത്തുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ നല്ല നെയ്യുള്ള ഏത് മീനിട്ടിട്ടും വെക്കാം കേട്ടോ, നല്ല സ്വാദായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം ഇങ്ങനെ മീൻചാറിൻ്റെ തലയാണോ വാലാണോ നടുക്കഷ്ണമാണോ നിങ്ങൾക്കൊക്കെ ഇഷ്ടം എന്നുള്ളതും കൂടെ കമൻറ്റിലൊന്ന് ഇട്ടേക്കണേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.